ഇതെന്താ ഇപ്പൊ ഒരു ചെണ്ടകൊട്ടും ബഹളമൊന്നല്ലേ? ഇപ്പൊ നമ്മുടെ സർഗാലയില് അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പ്രോഗ്രാം തുടങ്ങിയിട്ട് 2-3 ദിവസം ആയിട്ടുണ്ടെങ്കിലും ഇന്നലെ ആയിരുന്നു കേട്ടോ അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത്. അവിടെ എത്തുമ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ നോക്കുമ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റാളൊക്കെ ഒന്ന് കണ്ടുവരാന്ന്. ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. ഈ സ്റ്റാളിന്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം നമുക്ക് മനസ്സിലാവില്ല. എല്ലാ വർഷത്തെയും പോലെ തന്നെ 15-ൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും 24-ൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ നിന്നും 300-ൽ കൂടുതൽ ആർട്ടിസന്മാരാണ് കേട്ടോ ഇവിടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളൊക്കെ ഒന്നിച്ച് കണ്ടൊരു ഫീലാണ്. നമ്മൾ നാട്ടുകാരെ പോലെ തന്നെ ഈ ക്രാഫ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എല്ലാ വർഷവും ഈ പ്രോഡക്ട്സ് വാങ്ങാനും ഫെസ്റ്റിവൽ കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ. ഡിസംബർ 23 മുതൽ ജനുവരി 11 വരെയാണ് കേട്ടോ മേള ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പിന്നെ നമ്മുടെ ഇരിങ്ങൽ വില്ലേജിലുള്ളവർക്ക് 80 രൂപ കൊടുത്താൽ മതി. ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ. നമ്മുടെ ഫാമിലിക്ക് എല്ലാം പ്രിവിലേജ് കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് അതിന്റെ അകത്തേക്ക് എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ശിവപാദം സ്കൂൾ ഓഫ് ഡാൻസിന്റെ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇനാഗുറേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോ എന്തായാലും അടിപൊളിയായി. ഫുഡും കഴിക്കാൻ പ്രോഗ്രാമും കാണാം. മെനു ബോർഡൊക്കെ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചു നേരം ഇരുന്ന് നമുക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പൊറോട്ട റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതാ പൊട്ടാറ്റോ സ്പ്രിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാനിപ്പൂരി, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കൂടാണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിലെ ഫുഡ് ഐറ്റംസ് അത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ റോള് കിട്ടിയിട്ടുണ്ട്. വിചാരിച്ചത്ര ടേസ്റ്റ് വന്നില്ല, ഒരുപാട് സോസ് ഒക്കെ കൂടിയ പോലെ തോന്നി. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അല്ല അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് ഉദ്ഘാടനം കാണാൻ പോയത്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റ്. ഇത് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, രേഷ്മ എന്നാണ് പേര്. ഇത് മോനാണ് കേട്ടോ. ഇത് രേഷ്മയുടെ ഹസ്ബൻഡ് ഷിബിയേട്ടനാണ്. ചേട്ടനൊരു പോലീസാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കുറെ നേരം ഇങ്ങനെ ഓരോ സ്റ്റാളും കണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ 15 ദിവസം പ്രോഗ്രാം ഉണ്ടെങ്കിൽ 16 ദിവസം അവിടെ ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഈ സ്റ്റാളിൽ ഇങ്ങനെ പോയി എല്ലാവർക്കും ഏകദേശം എന്നെ പരിചയമുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് പകലേക്കാളും കൂടുതൽ രാത്രി ഭയങ്കര തിരക്കാണ് കേട്ടോ ഉണ്ടാവാറ്. ഇവിടെയുള്ള പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. എത്ര വർഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചു നേരം നമ്മൾ സ്റ്റാളൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ടോ. അവിടെ പോപ്കോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോപ്കോൺ വാങ്ങാൻ പോയി. ഇയാൾ പിന്നെ മെഡിക്കൽ കോളേജിലെ നേഴ്സാണ് കേട്ടോ. നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട്, ഇനി നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ലളിതേച്ചിന്റെ കൂടെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സർഗാലയന്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് കേട്ടോ വീട്ടിലേക്ക് പോകേണ്ടത്. അവിടെ നിറയെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ എൻട്രീൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നാളെ പോയിട്ട് എന്തായാലും വീഡിയോ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.